ഈ ഗ്രന്ഥശാലയിലെ അഖില കേരള അടിസ്ഥാനത്തിലെ ഗ്രന്ഥശാല പ്രവർത്തകർക്കായി ചെറുകിട രചനാ മത്സരം നടത്തിയപ്പോ അതില് മികച്ച ഗതാഗതത്തിനുള്ള അവാർഡ് നേടിയാണ് CR അജയ്കുമാർ. അങ്ങനെയാണ് നമ്മുടെ ഗ്രന്ഥശാലയായിട്ട് അദ്ദേഹത്തിന് ബന്ധപ്പെടുന്നത്. പിന്നീട് നിരവധി സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ നമ്മളെല്ലാം കൂടി പോയി കണ്ടു. സുഡാക്കു എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാം പോയി കണ്ടു. കറുത്ത എന്ന് പറയുന്ന സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. ദിലീപ് നായകനായിട്ട് വന്ന സിനിമ ശുഭരാത്രിയുടെ തിരക്കഥാകൃത്താണ്. പിന്നെ അങ്ങനെ നിരവധിയായിട്ടുള്ള സിനിമ 12 സിനിമയുടെ സംവിധാനവും അതോടൊപ്പം തന്നെ അഭിനേതാവുമായിട്ടൊക്കെ തന്നെ പല രംഗങ്ങളിലും വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളതാണ് CR അജയ്കുമാർ. സാധാരണ ഈ നടന്മാരും സംവിധായകരൊന്നും ഇങ്ങനെ പൊതുവേദിയിൽ പരമാവധി അഭിനയിക്കുകയാണ്. അപ്പൊ അജയ്കുമാർ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നവാഗതൻ അല്ലെങ്കിൽ പോലും ഡിബറ്റന്റ് അവാർഡ്, ഗോൾഡൻ റൈസ് ഡിബറ്റന്റ് അവാർഡ് എന്ന് പറഞ്ഞ അവാർഡിനെ നമ്മൾ ഏർപ്പെടുത്തി. അതിന്റെ പ്രഥമ അവാർഡാണ് പാരിപ്പള്ളി ഫിലിം സൊസൈറ്റിയുടെ ഗോൾഡൻ റൈസ് ഡിബറ്റന്റ് അവാർഡ് 2025. അതാണ് നമ്മൾ സമ്മാനിക്കാൻ പോകുന്നത്. അപ്പോ വലിയ പ്രമുഖ വ്യക്തികളിൽ നിന്നൊക്കെ തന്നെ വാങ്ങണമെന്നായിരിക്കും, അവാർഡ് കൊടുക്കണമെന്നായിരിക്കും. പക്ഷെ നമ്മളാണ് ഇവിടുത്തെ പ്രമുഖ വ്യക്തികൾ, നമ്മളെല്ലാം കൂടിയാണ്. ആ രൂപത്തിൽ പരിഗണിച്ചുകൊണ്ട് അവാർഡ് സ്വീകരിക്കാനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഈ കണ്ടീഷൻ ഞാനില്ല